റവി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കിണർ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ കിണർ ക്ലീൻ ചെയ്യുന്ന മുന്നോടിയായിട്ട് നമ്മളിതിനകത്ത് ഓക്സിജൻ്റെ ലെവൽ അറിയാൻ വേണ്ടി നമ്മൾ പേപ്പർ കത്തിച്ച് ഇതിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ പേപ്പർ കത്തിച്ചത് താഴെ വരെ കെടാതെ ചെല്ലും. അപ്പോൾ നമ്മൾ കത്തിച്ചിട്ടപ്പോൾ താഴെ വരെ കെടാതെ ചെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആ വീഡിയോ ആ ഭാഗം എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മളെല്ലാ കാര്യം ചെക്ക് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആളെ കിണറ്റിലോട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പം കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്തായതുകൊണ്ട് വീടും കിണറെല്ലാം ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളെ വിളിച്ചാണ്. അപ്പം മൊത്തം പായലും അതിനകത്ത് ചെളികളും ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇത് മൊത്തം ചൂലിട്ട് പായലെല്ലാം തൂത്തിളക്കി കളയുകയാണ്. അപ്പം നമ്മുടെ എല്ലാവരും ഒരു പ്രധാന ഒരു ആവശ്യമായ സാധനമാണ് വെള്ളം. നമ്മുടെ വീട്ടിലുള്ള കിണറുകളും മറ്റും നമ്മൾ വളരെ ശുചിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക പരമാവധി. കാരണം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. പ്രായഭേദമന്യേ കുട്ടികളും വലിയവരും എല്ലാം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി അതിനെ ക്ലീനായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കിണർ എപ്പോഴും എന്തെങ്കിലും മൂടിയിട്ട് അടച്ചു വെക്കാനോ മറ്റോ ശ്രമിക്കണം. കാരണം നെറ്റോ വല്ല ഉപയോഗിച്ച് ചില പൂച്ചയോ അതുപോലുള്ള പാമ്പുകളോ മറ്റോ വന്ന് ചാടാൻ ചാൻസ് കൂടുതലാണ്. വേനൽക്കാലം ആയതോടെ കിണറ്റ് വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് ക്ലീൻ ചെയ്യിക്കാൻ നേരിട്ടത്. ഇപ്പോൾ ഏകദേശം മുട്ടിൻ്റെ പകുതിയോളം വെള്ളമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടർ. 1.5 HP മോട്ടറാണിത്. ഇത് വെച്ചാണ് ഇതിലെ വെള്ളം അടിച്ച് കളയുന്നത്. അപ്പം അതിനകത്തുള്ള പുല്ലും മറ്റും പറിച്ച് മാറ്റുന്നുണ്ട്. നിറച്ച് പായലായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതുപോലെ ചൂട് വെച്ച് തൂത്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോട്ടറിൽ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കിണറ്റിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മൊത്തം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിതുപോലെ പായലുരച്ച് കളഞ്ഞിടത്തെല്ലാം ഇതുപോലെ കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗിച്ച് ഹോസ് വെച്ച് അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ഇറങ്ങിയുള്ള പായൽ മൊത്തം ക്ലീൻ ആക്കിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഒന്ന് ചൂട് വെച്ച് തൂത്ത് പായലിളക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം മേളിലുള്ള പായൽ മൊത്തം നമ്മൾ കഴുകി കിണറ്റിനകത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി അത് താഴെ ഇറങ്ങിയതിന് ശേഷം അത് മൊത്തം ക്ലീനാക്കി നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർ മോട്ടർ ഇട്ടത് അതിൻ്റെ ഹോസ് സൈഡിലേക്ക് ഇട്ടിരിക്കണം. വെള്ളം മൊത്തം പോകുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കിണറിൻ്റെ ക്ലീനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഏകദേശം വെള്ളം ഫുട്ബോളിൻ്റെ ലെവൽ ആയി. അപ്പം ഇനിയും അടിച്ച് കളയാൻ പറ്റത്തില്ല. ഇനി അത് തൊട്ടി വെച്ച് കോരി മാറ്റാനേ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മൾ കിണർ കുഴിച്ച സമയത്ത് അടിയിൽ മിറ്റിലാണ് അകത്ത് നിരത്തിയിരുന്നത്. അപ്പോൾ ഇനി മോട്ടർ വെച്ച് നമുക്ക് ഇനി വെള്ളം അടിക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ഫുട്ബോൾ ലെവലിൽ മേളിലാണ് താഴെയാണ് വെള്ളം ഇത് പോയിരുന്നത്. അപ്പോൾ നമ്മളിനി ബക്കറ്റ് വെച്ച് ബക്കറ്റിനകത്ത് കൂടിയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതുപോലെ ഒരു മഗ് വെച്ചിട്ട് കിണറ്റിലെ അഴുക്കുകളെല്ലാം കോരി ബക്കറ്റിലാക്കി അത് കോരിക്കളഞ്ഞാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിണറ്റിനകത്ത് അഴുക്ക് വെള്ളമാണ്, അതായത് കളർ ഉണ്ടല്ലേ, പായലും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കയറി വന്നിരിക്കുന്നത്. ഏകദേശം വെള്ളമൊക്കെ അതിനകത്ത് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെളിയെല്ലാം വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും ഉറവ് വരുന്നതാണ്, ഉറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ചിരട്ടക്കരിയോ ക്ലോറിനോ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് അതിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.